തെറ്റിപ്പോയ ഡാൻസ് 56 മില്യൺ കണ്ട ഒരു 4 പേരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. കാസർഗോഡുകാരാണ്. നമസ്കാരം. നമസ്കാരം. നിങ്ങളെ പ്രത്യേക ഒരു പേര് വിളിക്കൂല, എന്താണ്? നിങ്ങൾ കളിച്ചത് തെറ്റിപ്പോയതല്ല, ശരിക്കും വണ്ടി വന്നപ്പോ ഇയാളാണെന്ന് തോന്നുന്നല്ലേ, പേടിച്ച് പോയി. എന്നാ തൊട്ടടുത്തൂടെയാണോ പോയത്? അത് ഓണടിച്ച്. അപ്പൊ പാട്ട് അത്രയും ദൂരത്ത് നിന്ന്, നിങ്ങളുടെ ക്യാമറ ഏകദേശം അത്രയും ദൂരത്ത് നിന്നാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പാട്ട് സ്പീക്കർ വെച്ചിട്ടുണ്ടായിരുന്നു? അത് വെച്ചിട്ടാണ് ആ സ്റ്റെപ്പ് കളിച്ചത്. ആ പാട്ട് ഏതായിരുന്നു? ഓ പില്ലക എന്ന് പറഞ്ഞിട്ടൊരു ഒരു തെലുങ്ക് സോങ്, കന്നഡ. തെലുങ്ക് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനു മുന്നേ ഒരാള് ചെയ്ത് ഭയങ്കരമായിട്ട് ആക്ച്വലി ആ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കൊട ചൂടിട്ടുള്ള വിഷ്വൽ അത് കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പയർ ആകുന്നത്. അതിനകത്ത് ആദ്യത്തെ 2 സ്റ്റെപ്പാണ് എടുത്തേക്കുന്നത്. അതന്നെ ഞാൻ അത് എന്നോട് ഇങ്ങനെ എന്റെ റൂംമേറ്റ്സിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇവരുടെ ഈ പിള്ളേരുടെ നല്ല രസമുണ്ടല്ലോ ചേച്ചി, അത് അവർ അടിച്ചു മാറ്റിയതാന്ന് പറഞ്ഞു. കാണിച്ച് ആദ്യത്തെ സ്റ്റെപ്പ് അടിച്ചു മാറ്റിയത് അതെ, എന്നെ ഒറിജിനൽ കാണിച്ചു. ചേച്ചി ഏതാണ് ഒറിജിനൽ? മറ്റേ 2 ചെറുക്കന്മാര് നിന്നിട്ട് കൊട പിടിച്ചിട്ട് പിള്ളേക്കെ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങോട്ട് തന്നെ എന്നോട് സമ്മതിച്ചു, ഇൻസ്പയർഡ് ആയിരുന്നു. അടിച്ചു മാറ്റല്ല, ഇൻസ്പയർഡ് ആയിരുന്നു. ഇനി പറ, നല്ല രസം ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചുള്ള കാര്യം പറ. അതിനെ കുറിച്ച് പറഞ്ഞാല് ആക്ച്വലി ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, ഇന്ന വീഡിയോ എടുക്കാനെന്നല്ല, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്റ്റുഡിയോയിലേക്ക് വരാനാ പറഞ്ഞത്. ഇവര് 3 പേരും ആ വീഡിയോയിൽ വന്നതെന്ന് വെച്ചാല് ഇവര് 3 പേരാണ് നാട്ടിലുണ്ടായിരുന്നവര്. ആ സമയത്ത് അങ്ങനെയാണ് ഇവര് 3 പേരും എന്റെ കൂടെ ഇവിടെ. പക്ഷെ നിങ്ങളുടെ കോസ്റ്റ്യൂം അസാധ്യമായിരുന്നു കേട്ടോ. പോപ്പിൻസ് എന്ന് വിളിച്ചതിൽ ആരോ ഒരാൾ കമന്റ് ഇട്ടതാണത്, പോപ്പിൻസ് തുറന്ന പോലെ. നല്ല രസമാണ്. അത് ഞങ്ങള് പറഞ്ഞു ഇടിപ്പിച്ചതല്ല, അപൂർവമായി. ഞാൻ പറഞ്ഞു ഒരു യൂണിറ്റ് വേണം, അതുകൊണ്ട് വൈറ്റ് പാന്റ് ആയിരിക്കും. അപ്പൊ വൈറ്റ് പാന്റ് ഞങ്ങള് കോസ്റ്റ്യൂമാണ്, പ്രോഗ്രാമിനൊക്കെ ചെയ്യുമ്പോൾ ഇടുന്ന കോസ്റ്റ്യൂമാണ്. അപ്പൊ അതിന് വെച്ചായിരുന്നു ഒരു ബനിയൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു. പക്ഷെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമുള്ള ടീഷർട്ട് അതിൻ്റെ കൂടെ എടുത്തിട്ട് വന്നു. അയ്യോ, ഞാൻ നിങ്ങളെയൊക്കെ പേഴ്സണലി പരിചയപ്പെടുന്നു. ഞാൻ ആദ്യം ഡാൻസ് നിങ്ങളെ കാണുമ്പോൾ ചോദിക്കാൻ വെച്ച 2 ചോദ്യമാണ് പടപടയെ ചോദിച്ചു കളഞ്ഞു. ഞാൻ പരിചയപ്പെട്ടില്ല. പേര് പറഞ്ഞേ? ഗായത്രി. ഗായത്രി എന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സിംഗ് പഠിക്കുക, ഫൈനൽ ഇയർ. ഫൈനൽ ഇയർ നഴ്സിംഗ്. ഏതാണ്? GNM. ആളുടെ പേര്? ലിബിൻ ജേക്കബ്. ലിബിൻ ആളാണോ ട്രൂപ്പിന്റെ നേതാവ്? മാസ്റ്റർ ആണല്ലേ. ഞാൻ കണ്ടു ഫോർ ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ ഒക്കെ കൊടുത്തേക്കുന്നത്. പേരെങ്ങനെയാ? അനന്യ. ആളുടെ പേര്? അനുമോൾ റെജി. നിങ്ങൾ സിസ്റ്റർ? എത്രയില്ല? ഇയാൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പം +2 കഴിഞ്ഞിട്ട് ഇപ്പം ഒരു 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഡാൻസും അങ്ങനെ എല്ലാമായിട്ട് പോകുന്നു. ഞാൻ +1 സ്റ്റുഡന്റ് ആണ്. എങ്കിൽ ഡാൻസ് ട്രൂപ്പ് ഉണ്ടല്ലേ? ട്രൂപ്പിന്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തെറ്റുമായിട്ടാ? ഹൂഫിറ്റ് ഡാൻസ് കമ്പനി. ഹൂഫിറ്റിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇവന്റ്സിന് പോവാറുണ്ടോ? എങ്ങനെയാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെഡിങ്ങിന് ഇപ്പം അവിടുത്തെ ഒരു ശൈലിയായി മാറി. കാസർഗോഡിന്റെ ഒരു ജ്ഞാനായ വെഡിങ്ങിലാണ് കൂടുതലായിട്ടും കാണാറുള്ളത് ഈ ഡാൻസ് പെർഫോമൻസുകൾ. ഹിന്ദു വെഡിങ്ങിലോ മുസ്ലിം വെഡിങ്സിലോ ഉണ്ടാവാറില്ല. ഈവൻ തലശ്ശേരി മീൻസ് ജ്ഞാനായ മനസ്സിലായല്ലോ, ജ്ഞാനായ കല്യാണത്തിന് മാത്രമേ അങ്ങനെ മെജോറിറ്റി ആയിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെ ഡാൻസിന് പോയാണ് ഞങ്ങൾ ഇത്ര ഒരു വൈഡ് റേഞ്ചിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയത്. റീൽസ് ക്ലിക്ക് ആകുന്നത് കൂടാതെ, അതുകൂടാതെ എല്ലാ സൺഡേസിലും ഡാൻസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഒരു ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട് അവിടെ. ആ സ്റ്റുഡിയോയുടെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത വീഡിയോ ആണ്. അത് ഞാൻ പറഞ്ഞില്ല, നല്ല രസം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം സൂം ഉണ്ട്, ഉണ്ട്. നിങ്ങളോട് ആരോ ചോദിച്ചു ഇതിന്റെ ഒറിജിനൽ ഇടാവോ? ആ ഒറിജിനലിന് പക്ഷെ അത്രയും ഓടിയിട്ടില്ല, ഫ്ലോപ്പ് ആയതാണ് എല്ലാവരും കണ്ടേക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇട്ട് എത്ര മണിക്കൂർ കൊണ്ടാ പെട്ടെന്ന് ഇത്ര ഒരു ഹൈപ്പ് ആയത്? ഞാൻ സാധാരണ റീലൊക്കെ ഇടുമ്പോൾ നമ്മളിങ്ങനെയാണല്ലോ, ലൈക്ക് വരെ നോക്കി നിൽക്കുമല്ലോ. ഞാനിങ്ങനെ ലൈക്ക് ഇട്ടിട്ട് ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ ഫുഡ് എന്തോ കഴിക്കാൻ ഇങ്ങനെ പോയിട്ട് തിരിച്ചോണ്ട് നോക്കുമ്പോൾ ഫസ്റ്റ് കമന്റ് ഇട്ടാൽ ഞാൻ കണ്ടായിരുന്നു. ആ കമന്റ് 13 മിനിറ്റ്സ് അകമാണ്. അപ്പം അത് കണ്ടപ്പോഴേക്ക് തന്നെ നല്ല ലൈക്ക് വന്നിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ എത്രയായിരുന്നു, അത്യാവശ്യം നല്ല ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി സാധാരണയുള്ള ട്രാഫിക്കിൽ അതിൽ കൂടുതൽ ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലായി ഇത് ക്ലിക്കാവും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിറ്റേന്ന് ഉറങ്ങി എണീക്കുമ്പോൾ 1 മില്യൺ അടിച്ച് ഒരു രാത്രി കൊണ്ട് നിങ്ങളെല്ലാം അങ്ങോട്ട് മാറി. നിങ്ങളെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങൾ വന്ന വഴിക്ക് യൂബർകാരൻ എന്താ ചെയ്തു ഞാൻ പറയുന്നുണ്ട്. എന്തായാലും സംഭവം നമ്മളെങ്ങനെ ചോദിച്ചു എന്താ വന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇന്നെ പോലെ ഇന്റർവ്യൂവിന് വന്നതാണ്, ഒരു വീഡിയോ വൈറലായി എന്ന് പറഞ്ഞു. പെട്ടെന്ന് പുള്ളിക്കാർ തിരിഞ്ഞു, ഓ ഈ വീഡിയോ കണ്ടാലേ ഉള്ളത്. പുള്ളിക്കാരൻ പെട്ടെന്ന് വണ്ടി സൈഡാക്കിയിട്ട് മീൻസ് ഡ്രോപ്പ് ചെയ്യുന്ന അടുത്തെത്തിയായിരുന്നു. സൈഡാക്കിയിട്ട് വൈഫിനെ വിളിച്ചു, വീഡിയോ കോൾ വിളിച്ചിട്ട് അവരിത് പറഞ്ഞിട്ട് കാണിച്ചു. നിങ്ങൾ എന്താന്ന് പറഞ്ഞാ കാണിച്ചേ?
പോപ്പിൻസ് കാരണം നിങ്ങളിപ്പോ കേരളത്തിന്റെ പോപ്പിൻസ് ആ കണ്ണാടി നല്ല രസമുണ്ടായിരുന്നു, കോസ്റ്റ്യൂമും ഭയങ്കര രസമുണ്ടായിരുന്നു. അതിൽ വേറെ ഷെയ്ഡ്സ് ഒന്നും ഇല്ലല്ലോ, ഒറ്റ കളറിൽ വൈറ്റിൽ ഒറ്റ കളർ, ഭയങ്കരമായിട്ടും നല്ല രസമാണ്. ഞാനും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വൈറ്റിലൊക്കെ എടുത്ത് ഒറ്റ കിട്ടിയ കളറിട്ടോട് പോകുന്നതാ. ഇയാൾ എന്താ ചെയ്യുന്നത് ശരിക്കും? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ആക്ച്വലി ഞാൻ ഒരു പേപ്പർ ബാക്ക് ആയപ്പോൾ ഡാൻസ് എനിക്ക് പാഷനേറ്റ് ആയതുകൊണ്ട് ഒരു സ്റ്റുഡിയോ ഇട്ടിട്ട് ക്ലാസ്സും നടത്തി. അതിനു മുമ്പേ ഇവന്റ് ഒക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റുഡിയോ ഇടുന്നത്. അതായത് എനിക്ക് ആ പേപ്പർ കിട്ടില്ല എന്ന് വിചാരിച്ചാണ് സ്റ്റുഡിയോ ഇടുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ പേപ്പർ കിട്ടി, പക്ഷെ സ്റ്റുഡിയോ ഞാൻ വിട്ടില്ല. പിന്നീട് ഞാൻ വേറെ ഒന്നിനും പഠിക്കാൻ ഹയർ സ്റ്റഡീസിന് പോയില്ല. പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇതിനെനിക്ക് ഹെൽപ്ഫുള്ളായി. ഓ, എങ്ങനെ റീൽസ് വൈറലായി? അതാണല്ലേ അടിതെറ്റിയ വീഡിയോ എടുത്തിട്ടിട്ട് വൈറലായത് അല്ലേ? നമുക്ക് വീഡിയോയിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയുമല്ലോ. അപ്പൊ അതില് മികച്ച രീതിയിൽ എഡിറ്റ് ചെയ്ത്, അത്യാവശ്യം വീഡിയോ എഡിറ്റിംഗ് ആണ് എന്റെ ബേസിക്. ഞാൻ ഇതിന്റെ ക്രേസ് വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിലാണ്. അത് എൻ്റെ ഒരു സുഹൃത്താണ്. എൻ്റെ +1 തൊട്ട് എനിക്ക് മുമ്പേ അറിയാം. +1 തൊട്ട് ഞങ്ങൾ ഭയങ്കര കൂട്ടാണ്, നമ്മളെ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അവനെ ഞാൻ വിളിച്ചു, അതുപോലെ വീഡിയോ എടുക്കാൻ വരണം എന്ന് പറഞ്ഞു. സൂപിന്റെ വീഡിയോ മീൻസ് ഇതുപോലെ റീൽസ് എടുത്ത് തുടങ്ങിയ സമയത്ത് തൊട്ടും അവനുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് അവൻ വീഡിയോ എടുക്കുന്ന സ്കിൽസ്, മീൻസ് സ്ലൈഡിങ്ങും പാൻ ചെയ്യുന്നതൊക്കെ അവന് എന്നിൽ നിന്ന് ഉൾക്കൊണ്ടാ പഠിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചു. നിങ്ങൾ പറ, സത്യം എന്ന് പറ. എങ്ങനെയാ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ട്. ഇപ്പൊ ഇയാള് നേഴ്സാണ്, ഇയാൾ ആക്ച്വലി നിൽക്കുന്നു, ഇയാൾ +1 സ്റ്റുഡന്റ്. എങ്ങനെയാണ് എല്ലാവരും കൂടെ? ഇത്ര പേരാണ് നിങ്ങളുടെ ട്രൂപ്പിലുള്ളത്? അതായത് ഒരു ഇവന്റിന് പോകുമ്പോൾ 5 അല്ലെങ്കിൽ 6 പേര് പോകാറില്ല. നമ്മളെ വെഡിങ്ങിന്റെ സ്റ്റേജും പന്തലെല്ലാം ഇട്ട് കഴിയുമ്പോൾ ഒരു 5 ആൾക്ക് കളിക്കാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പം 5 പേര്. അപ്പം പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഗായത്രീനെ നോക്കുമ്പോൾ അവള് അവിടെ നിന്ന് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ മംഗലാപുരത്താണ് പഠിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് വരുന്നത് വൈകുന്നേരം ആകുമ്പോൾ എത്തും. ചിലപ്പം ഗായത്രി ഇട ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് അതിന് മോൾക്ക് ക്ലാസ് ഉണ്ടാവും. ക്ലാസ് ഉള്ള സമയത്ത് അപ്പം ഇവൾക്കൊരു പ്രാക്ടീസ് കൊടുക്കും. പല സമയത്താണ് പലർക്കും പ്രാക്ടീസ് കൊടുക്കുന്നത്. അനന്യ ഉണ്ടാവും. അനന്യ എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കപ്പായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആളാണ്. ഇപ്പോൾ ഞാനില്ലെങ്കിലും സ്റ്റുഡിയോ എനിക്കിപ്പോൾ ഏൽപ്പിക്കാൻ പറ്റുന്ന രീതിക്ക് അവള് പഠിപ്പിക്കാനും. നല്ല പിള്ളേരുണ്ടോ അവിടെ? അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ചെറിയൊരു മിനിമൽ സ്പേസ് ആണ്, എന്നാലും അവിടെ നിറച്ചും പിള്ളേരുണ്ട്. എന്നിട്ട് പ്രോഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്ക് പ്രോഗ്രാം വരുന്ന ദിവസം എല്ലാവരെ കൊണ്ട് ഞാൻ ലീവ് എടുപ്പിക്കും. അങ്ങനെയല്ല, ഇവരെടുത്തോളും. എല്ലാരും ഒരു പാട്ട് കേട്ടാ തുള്ളാനിരിക്കുന്ന ടീമാ. ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും വരും. എന്ത് പരിപാടിയെങ്കിലും അവർ വരും. ഞാനിങ്ങനെ ജസ്റ്റ് സൂചിപ്പിക്കുള്ളൂ, നമുക്ക് അടുത്ത 8-ാം തീയതി പരിപാടി ഉണ്ട്. അപ്പൊ എന്നോട് എനിക്ക് ചോദിക്കും, എടാ അടുത്ത 8-ാം തീയതി പരിപാടിയില്ലേ? ഞാനില്ലേ? ചോദ്യം. ആശാനല്ലേ? അപ്പം ഈ പരിപാടിക്ക് പോകുന്നെന്ന് പറഞ്ഞു, വീട്ടിലെങ്ങനെയാണ് നിങ്ങളുടെ? കാരണം ആളൊരു നേഴ്സാണ്. നേഴ്സിംഗ് എന്ന് പറയുന്നത്, നേഴ്സിംഗ് ഒരു മേഖല, അതിന്റെ ഒരു തരത്തിലും എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരിക്കലും +1 എന്നൊക്കെ പറയുമ്പോൾ കളിച്ച് നടക്കാവുന്ന പ്രായം. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എങ്ങനെയാണ് വീട്ടില്? പക്ഷെ വീട്ടില് അമ്മയാണെങ്കിലും 2 ഏട്ടന്മാരുണ്ട്, അച്ഛൻ, ആരും എന്നോട് പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാരും പരിപാടി ഉണ്ടോ പൊക്കോ, അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് ഡാൻസ് കളിക്കാൻ. അപ്പൊ അമ്മയാണെങ്കിൽ പോലെ റീൽ എടുക്കുമ്പോൾ എടി നമുക്ക് ഈ റീൽ എടുക്കാം. അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഡാൻസ് കളിക്കാൻ, ഏട്ടൻ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ശരി പോയിക്കോ. ഇപ്പം എക്സാം ഒക്കെ ആണെങ്കിൽ അന്ന് എക്സാം ഉണ്ടെങ്കിൽ വിടില്ല. ഇപ്പം അത് കഴിഞ്ഞിട്ട് എക്സാം ആണെങ്കിൽ നീ ഇന്ന് പഠിച്ചോ നാളെ പൊക്കോ, അങ്ങനെ പറയും.